എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം തികഞ്ഞ രാഷ്ട്രവാദിയായ ഹിന്ദു സമൂഹത്തിനെതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. നമ്മളെല്ലാം കണ്ടതാണ്. പോലീസ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതിയുടെ പേരിൽ അതേക്കുറിച്ച് അന്വേഷിക്കാനെന്ന വ്യാജേന വീട്ടിലെത്തുകയും രാത്രിയാകാറായപ്പോഴേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതെന്താണ് പോലീസ് അങ്ങനെ നാടകം കളിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അവധി ദിവസം ആയതുകൊണ്ട്, കോടതി അവധിയാണ്, അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്താൽ ജാമ്യം ലഭിക്കരുത്, ഒരു രാത്രിയെങ്കിലും അദ്ദേഹത്തിനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് ദ്രോഹിക്കണം എന്നുള്ളത് മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെ പോലീസ് നടത്തിയ നീക്കമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ജന്തർ മന്ദറിൽ, അതായത് നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ ജന്തർ മന്ദറിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തിയ പാറ്റാ സമരത്തെ അദ്ദേഹം വിമർശിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു എങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഉള്ള തരത്തിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നും പറയുന്നു ഈ പരാതിക്കാർ. ഇതിൻ്റെ പേരിൽ ആണ് അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ കേരളം ഇന്ന് ഭരിക്കുന്ന വി.ഡി. സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആ ഒരു രാഷ്ട്രവാദികൾക്ക് നേരെ, അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് നേരെ ഉള്ള ഇവരുടെ ആ ഒരു സമീപനത്തെയാണ് കാണിക്കുന്നത്. അവർ അസഹിഷ്ണുത, രാജ്യദ്രോഹികളെ സന്തോഷിപ്പിക്കുക, ഹിന്ദു സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്തുള്ള നടപടിയാണ് ഇന്നലെ സംഭവിച്ചത്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഈ പാറ്റാ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് എത്രയോ പേർ കേരളത്തിൽ, പോലീസ് ഒരു നടപടിയും എടുക്കാതെ അവരെ കയറൂരി വിട്ടിരിക്കുന്നു. ഒരു ജാൻമണിയോ അങ്ങനെ പറയുന്ന ഒരു കിടുങ്ങാമണി എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞു, വെടിവെച്ച് കൊല്ലുമെന്ന് തന്നെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് എന്തെന്ത് തെമ്മാടിത്തരമാണ് പറഞ്ഞത്. പോലീസ് എന്ത് നടപടിയെടുത്തു? വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എന്ത് നടപടിയെടുത്തു? സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് ഉള്ള കേസോടെ ടി.ജി. മോഹൻദാസിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്ന ഈ പോലീസ്, അല്ലെങ്കിൽ ഈ ഭരണകൂടം, ഈ വി.ഡി. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിച്ചത്? അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടികളാണ് പോലീസിൻ്റെയും വി.ഡി. സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ എത്രമാത്രം വിഷലിപ്തമായ രാജ്യവിരുദ്ധമായ പോസ്റ്റുകളാണ് പലരും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്കെതിരെ ഈ പോലീസ് എന്ത് നടപടിയെടുത്തു? ഒരു ചെറിയൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്, കർണാടകയിലെ ഒരു യുവമോർച്ച നേതാവിനെ കൊന്ന് വിദ്വാന്മാരെ അറസ്റ്റ് ചെയ്തത് എവിടുന്നാണ്? കേരളത്തിൽ നിന്ന്. അതും കേരള പോലീസല്ല അറസ്റ്റ് ചെയ്തത്, കർണാടക പോലീസും അല്ല, NIA ആണ് അറസ്റ്റ് ചെയ്തത്. അതായത് കേരള പോലീസും ഇവിടുത്തെ സർക്കാരും ഇത്തരമുള്ള ദേശവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ വാഴമുട്ടം, ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഒരു
അയാളെ എന്തോ വിളിക്കുന്നത്, ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി സഭയുണ്ടാക്കി വിദേശത്തു നിന്ന് ഒക്കെ പണം സ്വീകരിച്ച് ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്ന ഒരു വിദ്വാൻ. അയാൾ ഹിന്ദു ദേവതമാരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെയല്ലേ, ടി വിയിൽ, ജനം ടി വിയിലൊക്കെ കണ്ടതാണ്. ഏഷ്യാനെറ്റോ അതുപോലുള്ള ചാനലുകളൊന്നും അത്തരം വാർത്തകൾ പുറത്തു വിടത്തില്ല. ദേവതമാരെ അധിക്ഷേപിക്കുന്ന പ്രസംഗം അയാൾ എന്തോ വചനപ്രഘോഷണം മറ്റേ ഘോഷണമെന്നും ഒക്കെ പറഞ്ഞ് അയാൾ നടത്താറുണ്ട്. എന്നിട്ട് അതിനെതിരെ നിരവധി കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിച്ച കൊല്ലുമെന്ന് പറഞ്ഞ് വധഭീഷണി ഇയാൾ മുഴക്കിയതിനെതിരെയും കേസുകളുണ്ട്. പോലീസ് എന്ത് നടപടിയാണ് അയാൾക്കെതിരെ എടുത്തത്? ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള MLA-മാരും ഉൾപ്പെടെയുള്ള അയാളോടൊപ്പം വേദി പങ്കിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വിദ്വാൻമാരൊക്കെ മറന്നു പോകുന്നു എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഈ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇത്തരംക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തതിൻ്റെ അർത്ഥം തന്നെ അവർക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. അങ്ങനെയുള്ളവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുകയും ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രവാദികളെ അല്ലെ ഹിന്ദു സംസ്കാരത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നവരെ പിടിച്ചകത്തിടുകയും ചെയ്യുന്ന നടപടി അത് പ്രതിഷേധാർഹമാണ്. ഇത് അങ്ങനെ വെറുതെ കയ്യും കെട്ടി രാഷ്ട്രവാദികളും ഹിന്ദുത്വവാദികളും ഇരിക്കരുത് എന്നുള്ളതാണ് നമ്മൾക്ക് നൽകുന്ന ഈ സന്ദേശം. ഇതിനെതിരെ BJP മാത്രമല്ല സംഘപരിവാർ ശക്തികൾ ഒന്നടങ്കം ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനെ അങ്ങനെ വിട്ടുകൂടാ. ജനങ്ങൾ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ഈ ബിനു വാഴമുട്ടത്തിലിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമരം കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം. ഈ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞതുങ്ങളെയെല്ലാം അകത്താക്കാനുള്ള നടപടികളും BJP സ്വീകരിക്കണം, ഹിന്ദുത്വ ശക്തികൾ സ്വീകരിക്കണം. പ്രധാനമന്ത്രിയുടെ അമ്മയെ വളരെ മോശമായി അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നടപടികൾ, നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ രാജ്യം മൊത്തം ഇതൊരു ചർച്ചയാക്കി മാറ്റണം. ഇതിനെല്ലാം കാരണം BJP-യുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും ഹിന്ദു സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളെ അധിക്ഷേപിച്ച് നടക്കുന്നവർക്കെതിരെയോ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞവർക്കെതിരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചവർക്കെതിരെയോ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ശക്തമായ രീതിയിൽ എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വരുന്നില്ല? അവർ പൊതുജനമധ്യത്തിൽ വരുന്നില്ല. അതാണ് ഇത്തരം ദേശവിരുദ്ധർ അവർക്ക് ഊർജം പകരാനുള്ള കാരണം. എത്രയോ സംഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടായി. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ വളരെയേറെ സങ്കടത്തോടുകൂടി ആലോചിച്ചിട്ടുള്ള കാര്യമാണ് BJP എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള തണുപ്പൻ നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എന്തുകൊണ്ട് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെയേറെ വിഷമത്തോടു കൂടിയാണ് രാഷ്ട്രവാദികളും ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും അടുത്ത കാലം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു വികാരം. 2-3 ദിവസം മുമ്പ് ഒരു മലയാളം ചാനൽ മീഡിയ വണ്ണിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു. അതായത്
രാമനവമി പോലുള്ള ആഘോഷങ്ങളും കാവടി ഘോഷയാത്രയിലും ഒക്കെ തെറിപ്പാട്ടാണ് പാടുന്നത് എന്നാണ് അവർ ഈ 3 പേര് കൂടിയിരുന്നുള്ള അടുപ്പുകൂട്ടി ചർച്ചയിൽ അവർ പറഞ്ഞത്. അത് നമ്മൾ ഹിന്ദുക്കളുടെ ഇതേപോലുള്ള ആഘോഷങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അതിനെതിരെ എന്ത് നിലപാടാണ് ഹിന്ദു സംഘടനകൾ സ്വീകരിച്ചത്? ഒന്ന് പ്രതിഷേധിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതൊക്കെയാണ് ഇത്തരക്കാർക്ക് ഊർജം പകരുന്നത്, പ്രചോദനമാകുന്നത്. ഇതിനെയൊന്നും അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടി ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയൊരു ഹിന്ദു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേരെന്തോ സാവരിയ സാവുന്തോ അങ്ങനെ മറ്റോ ആണ്. ആ പെൺകുട്ടിയെ അവിടെ അതിക്രൂരമായി കൂടെ പഠിക്കുന്ന ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു യുവാവ് അടിച്ചു കൊന്നു, മർദ്ദിച്ചു കൊന്നു. എന്താണ് കുട്ടി ചെയ്ത തെറ്റ്? ഇവൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ പെൺകുട്ടിയെ മതം മാറി ഇസ്ലാം മതത്തിലേക്ക് മാറാൻ വേണ്ടി. ആ കുട്ടി അതിന് തയ്യാറായില്ല. അതിൽ പ്രകോപിതനായിട്ട് ആ കുട്ടിയെ അടിച്ചു കൊന്നു. അതിനെതിരെ എന്ത് നടപടി നമ്മുടെ ഈ കേരള സർക്കാർ സ്വീകരിച്ചു? ഒരു ചെറിയൊരു അന്വേഷണം നടത്താൻ പോലും, കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ഈ VD സതീശനോ രമേശ് ചെന്നിത്തലയോ തയ്യാറായില്ല. ആകെ ചെയ്ത എന്താണ് ഇവർ? രമേശ് ചെന്നിത്തല ആ കുട്ടിയുടെ വീട്ടിൽ ഒരു സന്ദർശനം നടത്തി. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയതെന്ന് നമുക്കറിയാം. ആ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അത് എന്നതുകൊണ്ട് മാത്രം അവിടെ വരെ അദ്ദേഹം ഒന്ന് സന്ദർശനം നടത്തി എന്നുള്ളതല്ലാതെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇത് തെറ്റാണ് ഈ ഇങ്ങനെ ആ യുവാവ് ചെയ്തത് എന്നൊരു വാക്ക് പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല, VD സതീശനും തയ്യാറായില്ല. എന്തിനാണത്? ഇത്തരക്കാരെ സന്തോഷിപ്പിച്ച് നിർത്തുക, അവരെ സുഖിപ്പിക്കുക. ഹിന്ദു സമൂഹത്തിനെതിരെ നടപടി, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തിന് വേണ്ടി രാഷ്ട്രവാദികൾക്കെതിരെ നടപടികൾ എടുക്കുക. എന്തിന്? ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ 2 പേരുടെയും ലക്ഷ്യം. ഇത് നമ്മൾ ഈ രാഷ്ട്രവാദികളും ഹിന്ദു സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരും വളരെയേറെ ഗൗരവമായി എടുക്കേണ്ട സംഭവം തന്നെയാണ്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കും. ഹിന്ദു സംസ്കാരത്തിൽ അഭിമാനം കൊണ്ട് അതിനായി പ്രവർത്തിക്കുന്നവരെ എല്ലാം പിടിച്ച് അകത്തിടാൻ ഇവർ നിർദ്ദേശം നൽകും. ഈ അതേപോലെ തന്നെ രാഷ്ട്രവാദികളായിട്ടുള്ളവരെ പിടിച്ചകത്തിടാൻ ഇവർ നിർദ്ദേശം നൽകും. അവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ള ഒരു നീതി, ഹിന്ദുക്കൾക്കും രാഷ്ട്രത്തിനും എതിരായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീതി, അതാണ് ഈ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഈ രാജ്യത്തിനും ഈ സംസ്കാരത്തിനും അനുസരിച്ച് അനുകൂലമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു മതപാർട്ടിക്ക് പ്രധാന വകുപ്പുകളെല്ലാം കൊടുത്ത് ഈ വിദ്യാഭ്യാസത്തെ തന്നെ ഈ എന്താ ചെയ്യുന്നത്? അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണിത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സ്കൂളുകളിൽ നടത്താതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ച തീയതിയിൽ 8ാം ക്ലാസ്സിലെ പരീക്ഷ വെച്ചത് നമ്മൾ കണ്ടതാണ്. അത് മാറ്റിവെക്കാൻ പോലും തയ്യാറാകാത്തവരാണ് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ. അത്തരക്കാർ ഭരിക്കുമ്പോൾ BJPയും ഹിന്ദു സംഘടനകളും മൗനമായി ഇരുന്നു കഴിഞ്ഞാൽ
ഈ നാട്ടിൽ ഹിന്ദുക്കൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി തന്നെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുകയാണ് ഹിന്ദു സമൂഹവും BJPയും ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മറന്നുകൂടാത്തതാണ്. അതേപോലെ തന്നെ ഈ മുമ്പ് പറഞ്ഞ ചാനൽ അത് തന്നെയല്ല, നേരത്തെ ഈ ഒരു മുട്ടയുടെ ഒരു ചാനലുണ്ട്, അതിനകത്തിൽ പരോക്ഷമായി കലാപാഹ്വാനം നടത്തി. എന്തുകൊണ്ട് ഹിന്ദു സംഘടനകളും BJPയും അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല? ഏഷ്യാനെറ്റ് എത്രമാത്രം വിഷലിപ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവർക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതേപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടർ ചാനല്, മനോരമ ന്യൂസ്, മാതൃഭൂമി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെ ഒന്നും പ്രതികരിക്കാതെ മൗനം ദീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് ഇത്തരക്കാർ ഇതേപോലുള്ള നടപടികളുമായി, ദ്രോഹകരമായ നടപടികളുമായി മുന്നിട്ടിറങ്ങാൻ കാരണം. ഇത് ഇനിയും അനുവദിച്ചുകൂടാ. ഈ രാഷ്ട്രവാദികളായിട്ടുള്ളവരും ഹിന്ദു സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരും ശക്തമായി പ്രതികരിക്കണം, പ്രതിഷേധിച്ചാൽ മാത്രം പോരാ, ഹിന്ദു സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന നടപടികളിലേക്കും അത്യാവശ്യമായിട്ട് നീങ്ങേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇത്തരക്കാർ അധികാരത്തിൽ തുടർന്നാൽ രാഷ്ട്രവാദികളും ഹിന്ദു സംസ്കാരത്തിൽ അഭിമാനവും കൊള്ളുന്നവർക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരാഴ്ച മുമ്പ് ഇടുക്കി ജില്ലയിൽ അവിടെ വനം വകുപ്പിൻ്റെ ഓഫീസിലേക്ക് MM മണിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടന്നത്, CPMൻ്റെ. ആ പ്രകടനത്തിൽ അയാൾ എത്ര പ്രകോപനപരമായിട്ടുള്ള പ്രസംഗമാണ് നടത്തിയത്. ഇവരെ വെറുതെ വിടില്ല, ഈ ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല എന്ന്, അവരെ കൊല്ലും എന്നുള്ള രീതിയിലാണ് അയാൾ അവിടെ നിന്ന് പ്രസംഗിച്ചത്. ഈ VD സതീശനോ ഈ രമേശ് ചെന്നിത്തലയോ ഇവരുടെ പോലീസോ അയാൾക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായോ? ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവര് രാഷ്ട്രവാദികളോടും ഹിന്ദു സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരോടും എന്ത് തരത്തിലുള്ള ദ്രോഹവും ചെയ്യും. അത്തരക്കാരെ എതിർക്കുന്നവർക്ക് എല്ലാ സഹായവും ചെയ്യും എന്നുള്ളത് കാണിച്ചു തരുന്ന ആ ഒരു നിലപാടിനെ ഹിന്ദുക്കളുടെയും രാഷ്ട്രവാദികളുടെയും ഇടയ്ക്ക് ശക്തമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം. അതോടൊപ്പം തന്നെ ഇത്തരം നടപടികൾ ഇനി ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധ പരിപാടികളുമായി ഈ ഹിന്ദു സംഘടനകളും BJPയും രംഗത്തിറങ്ങുക തന്നെ വേണം, പൊതുജനമധ്യത്തിൽ ഇറങ്ങുക തന്നെ വേണം എന്നുള്ളതും നമ്മൾ മറന്നുകൂടാത്തതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുക, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.